So next topic is about the issue of ADR or GDR. അപ്പോൾ എങ്ങനെയാണ് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിനെ ഇന്ത്യൻ കമ്പനി ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള നോംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് they are allowed to raise capital in international market through ADR or GDR issue. ഇന്ത്യൻ കമ്പനികൾക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ADR വഴി അല്ലെങ്കിൽ GDR വഴി ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ADR ഇഷ്യൂ ചെയ്യാം. അതല്ല വേറെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ADR ഇഷ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. Then the Indian companies can issue ADR or GDR without obtaining പ്രയർ അപ്രൂവൽ ഫ്രം RBI. RBIയുടെ പ്രയർ അപ്രൂവലിൻ്റെ കാര്യമില്ല. ഈ RBIയുടെ പ്രയർ അപ്രൂവലിൻ്റെ കാര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ ADR or GDR ഇഷ്യൂ ഈസ് ഇൻ ടേംസ് ഓഫ് എ സ്കീം ഫോർ ഇഷ്യൂ ഓഫ് ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് ആൻഡ് ഓർഡിനറി ഷെയർ സ്കീം 1993. ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് ആൻഡ് ഓർഡിനറി ഷെയർസ് സ്കീം 1993 പ്രകാരമുള്ള ADR അല്ലെങ്കിൽ GDR ആണ് എങ്കിൽ അങ്ങനെയുള്ള ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? RBIയുടെ പ്രയർ പെർമിഷൻ ആവശ്യമില്ല. അപ്പോൾ ആ സ്കീം ഏതാണെന്നുള്ളത് നോട്ട് ചെയ്തോളൂ. ഇഷ്യൂ ഓഫ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ആൻഡ് ഓർഡിനറി ഷെയർ സ്കീം 1993. ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൽ പെടുന്ന ADR ആണ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൽ പെടുന്ന GDR ആണ് എങ്കിൽ RBIയുടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ തന്നെ കമ്പനികൾക്ക് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പറയുന്ന നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ നോട്ടിഫിക്കേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസും കൂടെ കംപ്ലൈ ചെയ്തിട്ട് മാത്രമേ ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. Then a company can issue ADR or GDR if it is eligible to issue shares to person resident outside India under the FDI scheme. FDI സ്കീം പ്രകാരം അല്ലെങ്കിൽ FDI നോംസ് പ്രകാരം ഇന്ത്യക്ക് പുറത്തുള്ള പേഴ്സൺസിൽ നിന്നും ADR അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. Then a listed Indian company which is not eligible to raise funds from the capital markets, including a company which has been restrained from accessing the security market by the Security and Exchange Board of India, will not be eligible to issue ADR or GDR. അപ്പോൾ എല്ലാ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനികൾക്കും ADRലൂടെ അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ചില കമ്പനികൾക്ക് റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെയുള്ള കമ്പനികൾക്ക് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനത്തെ കമ്പനികൾക്കാണ് ADR GDR റെസ്ട്രിക്ഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ those companies which are not eligible to raise funds from the capital market. ഇന്ത്യയിലത്തെ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ലാത്ത കമ്പനികൾക്ക് ADRോ GDRോ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ സെബിയുടെ എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉള്ള കമ്പനികൾക്കും ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സെബിയുടെ കംപ്ലയൻസോട് കൂടിയിട്ട് മാത്രമേ അല്ലെങ്കിൽ സെബി അലൗ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സെബിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരികയോ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനികളോ ആണ് ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനികളോ ആണ് എങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് ADRലൂടെ അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് മാത്രമേ ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്കും ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാം. അൺലിസ്റ്റഡ് കമ്പനീസ് ക്യാൻ ബി അലൗഡ് ടു റേസ് ക്യാപിറ്റൽ എബ്രോഡ് വിത്തൗട്ട് റിക്വയർമെൻറ്റ് ഓഫ് പ്രയർ ഓർ സബ്സിക്വൻറ്റ് ലിസ്റ്റിംഗ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 2 years വിത്ത് ഇഫക്റ്റ് ഫ്രം 11th October 2013. അപ്പോൾ 11th October 2013 മുതൽ അൺലിസ്റ്റഡ് കമ്പനികൾക്കും ഫോറിൻ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. ഇത് 2 വർഷ കാലാവധിക്കാണ് ഈ ഒരു ഫണ്ട് റേസിങ്ങിനുള്ള ഒരു പെർമിഷൻ വരുന്നത്. ആ ഒരു 2 വർഷം എന്ത് ചെയ്യാം? ADR അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനികൾക്ക് ഫോറിൻ മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനിയാണ് ADRലൂടെ അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനികൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ദ അൺലിസ്റ്റഡ് കമ്പനി ഷാൽ ലിസ്റ്റ് എബ്രോഡ് ഓൺലി ഇൻ എക്സ്ചേഞ്ചസ് ഇൻ IOSCO, FAT
FTF compliant jurisdictions or those with which SEBI has signed bilateral agreements. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ്, അപ്പോൾ ഇന്ത്യയിലുള്ള അൺലിസ്റ്റഡ് കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനികൾ എബ്രോഡിൽ പോയിട്ട് അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് വേറൊരു രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണല്ലോ, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിൽക്കുന്ന രാജ്യം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന IOSCO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ മെമ്പറായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റേഴ്സാണ് ഇതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്ററാണ് സെബി. അപ്പോൾ സെബി ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷനിലെ മെമ്പറാണ്. അപ്പോൾ അതുപോലെ വേറെ പല രാജ്യങ്ങളിലെയും സെക്യൂരിറ്റീസ് റെഗുലേറ്റേഴ്സ് ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലെ സെക്യൂരിറ്റി റെഗുലേറ്റേഴ്സ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റി കമ്മീഷനിലെ മെമ്പറാണോ ആ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ കമ്പനികൾക്ക്, ഇന്ത്യയിലത്തെ അൺലിസ്റ്റഡ് കമ്പനികൾക്ക് ADRലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അവിടെ യാതൊരു വിധ റെസ്ട്രിക്ഷൻസും വരുന്നില്ല. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കംപ്ലയൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളായിരിക്കണം. അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈംസ് നടക്കുകയാണ് എങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രൈംസിനെതിരെ ആക്ഷൻ എടുക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉള്ള രാജ്യങ്ങളാണ് എങ്കിൽ ആ രാജ്യങ്ങളിലും ഇന്ത്യയിലത്തെ അൺലിസ്റ്റഡ് കമ്പനികൾക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യുകയും അവരുടെ ADR അല്ലെങ്കിൽ GDR ലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നല്ലെങ്കിൽ IOSCO കംപ്ലയൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കണം ഈ പറയുന്ന ADR അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ ഫണ്ട് റേസ് ചെയ്യണത്, അല്ലെങ്കിൽ FATF കംപ്ലയൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കണം ഈ പറയുന്ന ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടും കംപ്ലയൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുകയാണ് എങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം എന്നില്ല, ഇന്ത്യയിലത്തെ അൺലിസ്റ്റഡ് കമ്പനികൾക്കും ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും രാജ്യങ്ങളിലുമായിട്ട് സെബിക്ക്, നമ്മുടെ രാജ്യത്തിലെ സെബിക്ക് ബയലാറ്ററൽ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ രാജ്യത്തിലും ADR അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ അൺലിസ്റ്റഡ് കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. Then the companies shall file a copy of the return which they submit to the proposed exchange. അതായത് ഏത് രാജ്യത്താണോ നമ്മൾ ഈ അൺലിസ്റ്റഡ് കമ്പനിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ ഏത് രാജ്യത്താണോ ഈ അൺലിസ്റ്റഡ് കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തിലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡുമായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് എന്ത് ചെയ്യാതിരിക്കണം, ഒരു റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതായത് പ്രീവിയസ് ഇയറിലെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അവിടെ നമ്മൾ ഒരു കോപ്പി നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കമ്പനി സബ്മിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു കോപ്പിയുടെ ഒരു കോപ്പി സെബിക്കും കൂടെ കൊടുത്തിരിക്കണം. സെബിക്ക് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഒരു ആക്ട് പ്രകാരമാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പ്രകാരം കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിട്ടേൺസ് ഫയൽ ചെയ്തതിൻ്റെ ഒരു കോപ്പി സെബിക്കും, അതുപോലെ ഏത് രാജ്യത്താണോ ഈ കമ്പനി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒരു കോപ്പി കൊടുത്തിരിക്കണം. അപ്പോൾ ദ കമ്പനി ഷാൽ ഫയൽ എ കോപ്പി ഓഫ് ദ റിട്ടേൺ which they submit to the proposed exchange also to SEBI for the purpose of Prevention of Money Laundering Act. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇതാണ്, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനി ADR അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം, ഏത് രാജ്യത്താണോ ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം കോപ്പി ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കണ ആ റിട്ടേൺസിൻ്റെ ഒരു കോപ്പി ഇന്ത്യയിലെ സെബിക്കും കൂടെ കൊടുത്തിരിക്കണം. സെബിക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബിക്കും ആ റിട്ടേണിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്യുന്നത്. Then while raising resources abroad, the listing company shall be fully compliant with the FDI policy in force. അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനി ഫോറിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനി ഇന്ത്യയിലത്തെ FDI നോംസ് ഫുള്ളി പാലിച്ചിരിക്കണം.
Then the capital raised abroad can be used for retiring outstanding overseas debt or for bona fide operations abroad including acquisitions. അപ്പോൾ ഇങ്ങനെ എ ഡി ആറിലൂടെ അല്ലെങ്കിൽ ജി ഡി ആറിലൂടെ റേസ് ചെയ്ത ഫണ്ടുകൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് ഡെറ്റ്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഡെറ്റ് ഉണ്ട് എങ്കിൽ ആ ഡെറ്റുകളെല്ലാം കൊടുത്തു തീർക്കാൻ, കടങ്ങളെല്ലാം നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. റിട്ടയറിങ് ഔട്ട്സ്റ്റാൻഡിങ് ഓവർസീസ് ഡെറ്റ്. റിട്ടയറിങ് ഔട്ട്സ്റ്റാൻഡിങ് ഓവർസീസ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് അക്വിസിഷൻസ് ഓഫ് കമ്പനീസ് എബ്രോഡ്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കമ്പനികൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എ ഡി ആർ അല്ലെങ്കിൽ ജി ഡി ആറിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്ന എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പെർമിസബിൾ ആയിട്ടുള്ളത്. വേറെയും കാര്യങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ജെനുവിൻ ആയിട്ടുള്ള അക്വിസിഷൻസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. Then in case of funds raised are not utilized abroad as stipulated above, അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കല്ല യൂസ് ചെയ്യുന്നത് എങ്കിൽ ദെൻ ഈ എ ഡി ആറിലൂടെ അല്ലെങ്കിൽ ജി ഡി ആറിലൂടെ റേസ് ചെയ്ത എമൗണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തിരിക്കണം വിത്തിൻ 15 days. ഫണ്ട് റേസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള എമൗണ്ട് ഒരു എ ഡി കാറ്റഗറി 1 ബാങ്കിലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ എ ഡി കാറ്റഗറി 1 ബാങ്ക് ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ RBI. അങ്ങനെ എ ഡി കാറ്റഗറി 1 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിൽ വേണ്ടിയിട്ട്, കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. നേരത്തെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്നല്ലെങ്കിൽ ഓവർസീസ് ഡെറ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടി ഈ എ ഡി ആർ ജി ഡി ആർ ഫണ്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഓവർസീസ് ഏതെങ്കിലും കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബോണഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് ഏതെങ്കിലും ഓവർസീസ് കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എ ഡി ആർ അല്ലെങ്കിൽ ജി ഡി ആർ ഇഷ്യൂ ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കമ്പനി ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇന്ത്യയിലേക്ക് ഈ ഫണ്ട് റേസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലത്തെ ഒരു എ ഡി കാറ്റഗറി 1 ബാങ്കിലേക്ക് ഈ ഫണ്ട് മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഈ ഡെപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയിലത്തുള്ള ആ കമ്പനിയുടെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Then the ADR or GDR shall be subject to sectoral cap, entry route, minimum capitalization norms, pricing norms, etc. as applicable as per the FDI regulations notified from time to time. ഈ ADR GDR റേഷ്യോസ് ഇന്ത്യയിലത്തെ FDI നോംസ് ഫുള്ളി പാലിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയിലത്തെ എന്തെങ്കിലും സെക്ടറൽ ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സെക്ടറിൽ ഇത്ര ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റേ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ FDI ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല. ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ 49% ഇൻവെസ്റ്റ്മെൻറ്റേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസിനെയാണ്, ഏതെങ്കിലും ഒരു സെക്ടറിൽ ഇത്ര ശതമാനമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷനെയാണ് നമ്മൾ സെക്ടറൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സെക്ടറൽ ക്യാപ്പ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ADR GDR ഇഷ്യൂ സമയത്തും ആ സെക്ടറൽ ക്യാപ്പ് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ എൻട്രി റൂട്ട്, ഈ ഇന്ന രാജ്യത്തിലേക്ക് ഇന്ന രീതിയിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് എങ്കിൽ ആ രാജ്യത്തിലേക്ക്, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ FDI ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ, അപ്പോൾ അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതി പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻട്രി റൂട്ട് കംപ്ലൈ ചെയ്തിരിക്കണം. ദെൻ മിനിമം ക്യാപിറ്റലൈസേഷൻ നോംസ്, മിനിമം ഇത്ര രൂപയെങ്കിലും ADRലൂടെ അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്തിരിക്കണം എന്ന് മിനിമം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ മിനിമം റെസ്ട്രിക്ഷൻസ് എല്ലാം പാലിച്ചിരിക്കണം. അപ്പോൾ FDIയിൽ പറയുന്ന അല്ലെങ്കിൽ FDI നോംസിൽ പറയുന്ന എല്ലാ പോയിൻറ്റുകളും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. Then the number of underlying equity shares offered for issuance of ADR or GDR to be kept with a local custodian ബാങ്കിനെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, shall be determined upfront and the ratio of ADR or GDR to equity shares shall be decided upfront based upon the applicable FDI pricing norms of equity shares of unlisted companies.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ADR അല്ലെങ്കിൽ GDRൻ്റെ ഒരു അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആണ് പറഞ്ഞു. അപ്പോൾ എത്ര ഇക്വിറ്റി ഷെയർസ് ചേരുന്നതാണ് ഒരു ADR അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ചേരുന്നതാണ് ഒരു GDR എന്നൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ഇത്രയും ഇക്വിറ്റി ഷെയർസ് നമ്മൾ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, കസ്റ്റോഡിയൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് 10 ഇക്വിറ്റി ഷെയർസാണ് ഒരു GDR എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ GDR ഇഷ്യൂ ചെയ്യണമെങ്കിലും കസ്റ്റോഡിയൻ ബാങ്കിൻ്റെ കൈവശം എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവണം? 10 ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവണം. അപ്പോൾ 2 GDR ആണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ 20 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ മാത്രമേ 2 GDR ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റേഷ്യോ എത്ര ഇക്വിറ്റി ഷെയർസ് ചേരുന്നതാണ് ഒരു ADR അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ചേരുന്നതാണ് ഒരു GDR എന്ന് പറയുന്ന ആ ഒരു റേഷ്യോനെ ഗവേൺ ചെയ്യുന്നതും FDI നോംസ് ആണ്, അല്ലെങ്കിൽ FDIയുടെ പ്രൈസിങ് പോളിസീസ് ആണ്. അപ്പോൾ FDI നോംസ് പ്രകാരം അല്ലെങ്കിൽ FDI പ്രൈസിങ് പോളിസീസ് പ്രകാരം മാത്രമേ ഈ ADR GDR റേഷ്യോസ് ടു ഇക്വിറ്റി ഷെയർസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. Then the unlisted company, Indian company shall comply with the instructions on downstream investment as notified from time to time. FDI regulations, RBI regulations, SEBI regulations, പിന്നെ 2 സ്കീം നമ്മൾ പറയണ്ടായി, മണി ലോണ്ടറിങ് ആക്റ്റും അതുപോലെ ഈ പറഞ്ഞ ഇഷ്യൂ ഓഫ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ആൻഡ് ഓർഡിനറി ഷെയർ സ്കീം 1993. ഈ പറയുന്ന എല്ലാ നിയമങ്ങളും അപ്ഫ്രണ്ടായിട്ട് പാലിച്ചാൽ മാത്രമേ ഒരു അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിക്ക് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. The criteria of eligibility of unlisted company raising funds through ADR or GDR shall be as prescribed by Government of India. അപ്പോൾ ഒരു അൺലിസ്റ്റഡ് കമ്പനി, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിക്ക് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്പനിക്ക് അതിനുള്ള അവകാശം, അതായത് ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു അവകാശം ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ കമ്പനിക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ADR അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. There are no end-use restriction except for ban on deployment or investment of such funds in real estate or stock market. ഈ പറയുന്ന ഈ ADRയിലൂടെ അല്ലെങ്കിൽ GDRയിലൂടെ റേസ് ചെയ്യുന്ന ഫണ്ടുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ കാര്യമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം കംപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ADR അല്ലെങ്കിൽ GDRയിലൂടെ റേസ് ചെയ്ത ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Then there is no monetary limit up to which a Indian company can raise ADR or GDR. അപ്പോൾ ADRയിലൂടെ അല്ലെങ്കിൽ GDRയിലൂടെ ഇത്ര രൂപ മാത്രമേ റേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഒരു ഇന്ത്യൻ കമ്പനിക്ക് എത്ര രൂപ വേണോ അത്രയും രൂപ ADR ഇഷ്യൂയിലൂടെ അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ റേസ് ചെയ്യാൻ സാധിക്കും. Then ADR or GDR proceeds can be utilized for first stage acquisition of shares in disinvestment process of public sector undertaking. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഈ പബ്ലിക് സെക്ടർ കമ്പനീസ്, ഇപ്പോൾ നമ്മുടെ നവരത്ന കമ്പനീസ് അതുപോലെ വേറെ പല പബ്ലിക് സെക്ടർ കമ്പനീസും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഷെയർസ് എല്ലാം അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് എല്ലാം എവിടെ അവൈലബിൾ ആണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി അവൈലബിൾ ആവുമ്പോൾ ആ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് ഈ ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ADR പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് GDR പ്രൊസീഡ്സ് യൂസ് ചെയ്യും. പ്രൊസീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ മണി വിച്ച് ഈസ് റേസ്ഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ADR അല്ലെങ്കിൽ GDR. അപ്പോൾ ADR പ്രൊസീഡ്സ് അല്ലെങ്കിൽ GDR പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചാണ്. കാരണം ഈ ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെ അണ്ടർലൈങ് അസറ്റ്സ് ഇക്വിറ്റി ഷെയർസ് ആയതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. ADR ഹോൾഡർ അല്ലെങ്കിൽ GDR ഹോൾഡർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ വോട്ടിംഗ് റൈറ്റ്സ് ഓൺ ഷെയർസ് ഇഷ്യൂഡ് അണ്ടർ ദ സ്കീം ഈ പ്രകാരം ADR ഇഷ്യൂയിലൂടെ അല്ലെങ്കിൽ GDR ഇഷ്യൂയിലൂടെ
നടത്തുന്ന ഇക്വിറ്റി ഷെയർസ് ഡിസ്ട്രിബ്യൂഷൻ്റെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് ഷാൽ ബി ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ആ വോട്ടിംഗ് റൈറ്റ്സ് എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. And in a manner in which the restrictions on voting rights imposed on ADR or GDR issue shall be consistent with the company law provisions. Company law provisions, Company Act 2013 ഈ പറയുന്ന ലോകളൊക്കെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആക്റ്റുകളൊക്കെയാണ് ഈ വോട്ടിംഗ് റൈറ്റ് ഓഫ് ADR അല്ലെങ്കിൽ GDR നിർണ്ണയിക്കുന്നത്. ദ വോട്ടിംഗ് റൈറ്റ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ഇപ്പോൾ ADR ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്കിങ് കമ്പനിയാണ് എങ്കിൽ ആ സിറ്റുവേഷനിൽ ഒരു ആക്റ്റും കൂടെ അവിടെ നിലവിൽ വരും. ആ ആക്റ്റാണ് അല്ലെങ്കിൽ ഒരു ആക്റ്റും കൂടെ പാലിക്കേണ്ടതായിട്ട് ഒരു ആക്ടിലെ നോംസും കൂടെ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. ആ ആക്റ്റാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949. അപ്പോൾ ഒരു ബാങ്കിങ് കമ്പനിയാണ് ADRലൂടെ അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ ആ ബാങ്കിങ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഈ ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെ അണ്ടർലൈങ് അസറ്റ് അല്ലേ. അപ്പോൾ ആ സമയത്ത് വോട്ടിംഗ് റൈറ്റ്സ് നിർണ്ണയിക്കപ്പെടുന്നത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 പ്രകാരമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസാണ്. ഇക്വിറ്റി ഷെയർസിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ADR ഹോൾഡർക്ക് അല്ലെങ്കിൽ GDR ഹോൾഡർക്കും എന്തുണ്ടാവും, വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ADR അല്ലെങ്കിൽ GDR ഹോൾഡറിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് നിർണ്ണയിക്കപ്പെടുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അതിനെ ഗവേൺ ചെയ്യുന്നത് കമ്പനി ലോ ആണ് ഗവേൺ ചെയ്യുന്നത്. ആ വോട്ടിംഗ് റൈറ്റ്സിനെ എല്ലാം ഗവേൺ ചെയ്യുന്നത് കമ്പനി ലോ ആണ്. ഇനി ഇൻ കേസ് ദ ADR ഓർ GDR ഇസ് ഇഷ്യൂഡ് ബൈ എ ബാങ്കിങ് കമ്പനി, ഒരു ബാങ്കിങ് കമ്പനിയാണ് ADR അല്ലെങ്കിൽ GDRലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്കിൽ ആ ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഈ ബാങ്കിങ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ബാങ്കിങ് കമ്പനി റേസ് ചെയ്യുന്ന ADR അല്ലെങ്കിൽ GDR അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ADR അല്ലെങ്കിൽ GDRൻ്റെ വോട്ടിംഗ് റൈറ്റ് ഗവേൺ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 പ്രകാരം കൂടെ ആയിരിക്കും. പിന്നെ പറയുന്നത് erstwhile OCBs which are not eligible to invest in India and entities prohibited buying or selling or to deal in securities by SEBI will not be eligible to subscribe to ADR or GDR issued by Indian companies. ഈ erstwhile OCBs എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർസീസ് കോർപ്പറേറ്റ് ബോഡിയാണ്. അപ്പോൾ ഓവർസീസ് കോർപ്പറേറ്റ് ബോഡീസ് വിച്ച് ആർ നോട്ട് എലിജിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത ഓവർസീസ് പുറമേയുള്ള കോർപ്പറേറ്റ് ബോഡീസ് ആണ് എങ്കിൽ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ബോഡീസിന് എന്തിനുള്ള അധികാരമില്ല, ADR അല്ലെങ്കിൽ GDR ഇന്ത്യയിൽ നിന്നും ഇഷ്യൂ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ ADR അല്ലെങ്കിൽ GDR സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള അധികാരം ഇല്ല. ഒന്നും കൂടെ പറയാം, OCBs എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർസീസ് കോർപ്പറേറ്റ് ബോഡിയാണ്. അപ്പോൾ erstwhile ഓവർസീസ് കോർപ്പറേറ്റ് ബോഡീസ് വിച്ച് ആർ നോട്ട് ഹാവിങ് ദ റൈറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത OCBs ആണ് എങ്കിൽ അങ്ങനെയുള്ള OCBsന് ഇന്ത്യയിലത്തെ ഏതെങ്കിലും കമ്പനി ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ADRൽ അല്ലെങ്കിൽ GDRൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് 2 പോയിൻ്റ് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പ്രൈസിങ് ഓഫ് ADR അല്ലെങ്കിൽ പ്രൈസിങ് ഓഫ് GDRനെ കുറിച്ചാണ്. അപ്പോൾ പ്രൈസിങ് ഓഫ് ADR അല്ലെങ്കിൽ പ്രൈസിങ് ഓഫ് GDR അതിപ്പോൾ സ്പോൺസേർഡ് ആണെങ്കിലും സ്പോൺസേർഡ് അല്ലെങ്കിലും it will be determined under the provisions of the scheme of issue of foreign currency convertible bonds and ordinary shares scheme 1993. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്കീമാണ്. ആ സ്കീം പ്രകാരമായിരിക്കും ഈ ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെയൊക്കെ പ്രൈസസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഈ പറയുന്ന ADR അല്ലെങ്കിൽ GDRൻ്റെ പ്രൈസിങ്ങിൽ ഒരു ആക്റ്റീവ് റോൾ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന റെഗുലേഷൻസ് പ്രകാരം മാത്രമായിരിക്കും ADRൻ്റെ അല്ലെങ്കിൽ GDRൻ്റെ പ്രൈസസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുക. പിന്നെ RBIയുടെ ഡയറക്ഷൻസും ഉണ്ടാവും. അപ്പോൾ RBIയുടെ ഡയറക്ഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻസ്, അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ആൻഡ് ഓർഡിനറി ഷെയർസ് സ്കീം 1993. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് എന്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ADR അല്ലെങ്കിൽ GDRൻ്റെ പ്രൈസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ നോംസും പാലിച്ചുകൊണ്ട് മാത്രമേ ADR അല്ലെങ്കിൽ GDR ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രൈസസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഓർഡിനറി ADR അല്ലെങ്കിൽ GDR ആവാം, അല്ലെങ്കിൽ സ്പോൺസേർഡ് ADR അല്ലെങ്കിൽ GDRൻ്റെ കേസിലും ഇതേ നോംസ് തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ADR അല്ലെങ്കിൽ GDRൻ്റെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സ്.